കറിയൊന്നുമില്ലെങ്കിലും ദോശ മാത്രമായി കഴിക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇതൊരു 8-10 ചെറിയ ഉള്ളിയാണ്, അത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, അതും വളരെ പൊടിയായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോള എടുത്താലായാലും മതി, അത് വളരെ ചെറുതായി അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഇതൊരു 2 ചെറിയ പച്ചമുളകാണ്, അതും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയാണ്, അത് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയാണേലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്, അതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ വറന്നു പോകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ചെറുതായി ഒന്ന് മുരിഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ചൂടാനായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദയാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് സാധാരണ ഗോതമ്പ് ദോശയ്ക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് അതൊന്ന് കലക്കിയെടുക്കാം. ഞാൻ അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചാണ് ചെയ്യുന്നത്. ഒരു 2.25 കപ്പ് വെള്ളം എനിക്ക് ആകെ ആവശ്യമായിട്ട് വന്നു, ഇതുപോലെ ദോശയുടെ ബാറ്ററിൻ്റെ ഒരു പരുവമാക്കിയെടുക്കാനായിട്ട്. ഈ രീതിയിൽ ഉള്ള ഒരു ബാറ്ററാണ്, അധികം കട്ടിയില്ല എന്നാൽ തീരെ ലൂസുമല്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പ്രാവശ്യം ദോശ ചുടുമ്പോഴും ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഒരു വശം ആയി കഴിയുമ്പോൾ അതിന് മുകളിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് 2 വശവും വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വശവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ രീതിയിൽ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇതിന് കറിയൊന്നും ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.